ഇന്ത്യ സഖ്യത്തിന്റെ മണിപ്പൂർ പ്രതിഷേധത്തിന് അനുമതി നിഷേധിച്ച് കേന്ദ്ര സർക്കാർ. ഡിസംബർ 10-ന് ദില്ലി ജന്തർ മന്ദറിലാണ് പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഒരുങ്ങിയത്. അനുമതി നിഷേധിച്ചാലും പ്രതിഷേധം നടത്തുമെന്ന് 10 പ്രതിപക്ഷ പാർട്ടി കൂട്ടായ്മകൾ പ്രതികരിച്ചു. വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് ചേരുന്നുണ്ട്. അബ്ദുൾ റഷീദ്, എന്താണ് ഇത് നടത്താൻ കഴിയില്ല എന്ന് പറയാൻ കാരണം? അത് നിഷേധിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ നടത്തുന്ന വിശദീകരണം എന്താണ്? പ്രിയ, കലാപം തുടങ്ങി 2 വർഷമായിട്ട് മണിപ്പൂരിൽ സമാധാനം ഉറപ്പിക്കാൻ കഴിയാത്ത മോദി സർക്കാരിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ത്യ സഖ്യത്തിലെ 10 പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിൽ ഡിസംബർ 10-ന് ദില്ലി ജന്തർ മന്ദിറിലേക്ക് പ്രതിഷേധം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. ഇത് സംഘടിപ്പിക്കാൻ കഴിയില്ല, പ്രതിഷേധം സംഘടിപ്പിക്കാൻ കഴിയില്ല എന്നൊരു തീരുമാനമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. നമുക്കറിയാം, നേരത്തെയും മണിപ്പൂരിലെ വിവിധ വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാർ എടുത്തിട്ടുള്ള നിലപാടുകൾ നമ്മൾ നേരത്തെയും കണ്ടതാണ്. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധിക്കാനുള്ള ഒരു അനുമതി ഇതുവരെ നൽകിയിട്ടില്ല, അത് ഇനി നൽകുകയില്ല എന്നുള്ളൊരു ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോഴും ഉള്ളത്. നേരത്തെയും കേന്ദ്ര സർക്കാർ ഇതുമായി ഏതെങ്കിലും തരത്തിൽ ഇടപെടാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു പരിഹാരം കാണുന്നതിന്, സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ട നടപടികളൊന്നും തന്നെ കൈക്കൊണ്ടിട്ടില്ല. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിലെ 10 പ്രതിപക്ഷ പാർട്ടികൾ ഡിസംബർ 10-ന് ദില്ലിയിലെ ജന്തർ മന്ദിറിലേക്ക് പ്രതിഷേധത്തിന് ഒരുങ്ങിയത്. ഇവർക്ക് കൃത്യമായി ഈ സമരം ചെയ്യുന്നതിന് ആവശ്യമായ ഈ അനുമതി ലഭിക്കില്ല, അല്ലെങ്കിൽ അനുമതി ഉണ്ടാവില്ല എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിശദീകരണം ഇതുവരെ കേന്ദ്ര സർക്കാർ നൽകിയിട്ടില്ല. പ്രതിഷേധിക്കാൻ ഉള്ള അനുമതി നൽകില്ല എന്നൊരു ഉറച്ച തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ മണിപ്പൂരിലെ വിവിധ പാർട്ടികളും ഒപ്പം ദില്ലിയിലെ ചെറു സംഘടനകൾ അടക്കമാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം, മോദി സർക്കാരിനെതിരെ വലിയ പ്രതിഷേധം ദില്ലിയിലേക്ക് നടത്താൻ തീരുമാനിച്ചത്. ശരി, ഇന്ത്യ സഖ്യത്തിന്റെ മണിപ്പൂർ പ്രതിഷേധത്തിന് കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചിരിക്കുകയാണ്. എന്താണ് അതിന് കാരണം എന്നത് വ്യക്തതയില്ല. വിശദമായ വിവരങ്ങളും അത് സംബന്ധിച്ച് പറയുന്നില്ല. പക്ഷേ ഇത് നടത്താൻ സാധിക്കില്ല എന്ന് മാത്രമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. അബ്ദുൾ റഷീദാണ് വിവരങ്ങൾ നൽകിയത്.